അല്ല, എല്ലാവരുടെയും ബാധകമാണ്. ഇതിൽ ഗവർണറുടെ നിയമവുമായി ബന്ധപ്പെട്ട അവകാശം എന്താ? ഗവർണർക്ക് ക്യാബിനറ്റ് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ക്യാബിനറ്റ് അപ്പം തന്നെ സഭയിലത് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ആ ഭേദഗതി ഗവർണർക്ക് എത്തിക്കും. ഈ ഭേദഗതികളൊക്കെ ഗവർണർക്ക് എത്തിച്ചു. അത് നിയമസഭയിലേക്ക് വരുന്നതിന് മുമ്പ് ഗവർണർക്ക് വേണമെങ്കിൽ ഏതെങ്കിലും തിരുത്ത് നിർദ്ദേശിക്കാം, വീണ്ടും ആലോചിക്കാം. നിയമസഭയിൽ ചെന്ന് നിയമസഭ അത് പാസ്സാക്കിയാൽ 3 വഴികളെ ഗവർണറുടെ മുമ്പിലുള്ളൂ. ഒന്ന്, കുറച്ചു കാലം എടുത്തു വയ്ക്കാം, അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് പരിശോധനയ്ക്ക് അയക്കാം. മൂന്നാമത്തത്, അദ്ദേഹത്തിൻ്റെ കൂടി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് നിയമസഭയ്ക്ക് തിരിച്ചു തരാം. ആ തിരിച്ചു തരാനാണ് തീരുമാനമെങ്കിൽ തിരിച്ചു തന്ന നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടോ തള്ളിയോ നിയമസഭ തിരിച്ചാ പ്രമേയം കൊടുത്താൽ പിന്നെ ഒരു ചർച്ചയ്ക്ക് ഇടയില്ല. ഭരണഘടന നിർബന്ധിതമായത് ഒപ്പ് രേഖപ്പെടുത്താനാണ് ഗവർണറെ ചുമതലപ്പെടുത്തിയത്. അമിതാധികാരങ്ങളില്ല ഭരണഘടനയിൽ ജനാധിപത്യ പ്രക്രിയയിൽ നടത്തുന്ന ഒരു ഗവൺമെൻറ്റിനെ നിരീക്ഷിക്കാനും നയിക്കാനുമുള്ള ചുമതലയാണ് ഗവർണർക്കുള്ളത്. അതിൽ നിന്ന് വിട്ടുപോയാലുള്ള അനുഭവം തമിഴ്നാട്ടിലെ ഗവർണർക്ക് മനസ്സിലായി. ബാക്കി എല്ലാവർക്കും അത് ബാധകമാണ്. സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യത്തിൽ സമാനമായ കാര്യത്തിന് വേണ്ടി വീണ്ടും കോടതിയുടെ മുമ്പിലേക്ക് വരണ്ട, അതെല്ലാവർക്കും ബാധകമാണ്. നിയമസഭ കേരളത്തിൻ്റെ മാത്രമല്ല, ഇന്ത്യയിൽ ഏത് ജനാധിപത്യ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളവും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട നിയമനിർമ്മാണ ബോഡിയാണ്. എല്ലാ വിധത്തിലും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഗവൺമെൻറ്റുകളെ ആക്രമിക്കാനുള്ള നിരവധി നടപടികൾ കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്നുണ്ട്. പണം കൊടുക്കാതെ, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ പരിഗണിക്കാതെ, വയനാട്ടിലെ ചൂരൽമലയിലെ ജനങ്ങളുടെ മരണപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ കടം പോലും എഴുതി തള്ളാതെ, ഇതിനെല്ലാം പുറമെ ഇനി ഗവർണർ എന്നൊരു പദവിയെ കൂടി ഉപയോഗപ്പെടുത്തിയും സംസ്ഥാനങ്ങളുടെ ഭരണത്തെ അസ്ഥിരപ്പെടുത്താനും അത് ഉയർത്തിപ്പിടിക്കുന്ന ശരിയായ നയങ്ങളെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതിൽ നിന്നും തടസ്സം നിന്നാൽ നിയമപരമായി ആ കാര്യങ്ങൾ പോകും. കോടതിയുടെ മുമ്പാകെ വരുന്നുണ്ട്. AG ഇപ്പോഴും ഡൽഹിയിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നടപടി കോടതി എടുക്കും. കോടതി തമിഴ്നാടിൻ്റെ കാര്യത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്, നേരത്തെ ആന്ധ്രയുടെ വിഷയത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഗവർണർക്ക് ഇത് എടുത്തു വയ്ക്കാം എന്ന് പറഞ്ഞാൽ 3 മാസം തന്നെ ഏറ്റവും കൂടിയ സമയമാണ്. അത് വിട്ട് ഒരു ദിവസം പോലും വയ്ക്കാൻ പാടില്ല. അത് ഞാൻ പറഞ്ഞത് 3 വഴികൾ. ഒന്നുകിൽ ഗവർണർ ഇന്ത്യയുടെ പ്രസിഡന്റിന് അയക്കാം, കുറച്ചു കാലം, ഈ പറഞ്ഞ 3 മാസം ഇപ്പോൾ സുപ്രീം കോടതി നിർവചിച്ചു. ഭരണഘടന കുറച്ചു കാലം എന്നാണ് പറഞ്ഞത്, കുറച്ചു കാലം. അല്ലെങ്കിൽ നിയമസഭയിലേക്ക് തിരിച്ചയക്കാം. ഇത് 3മല്ലാതെ അനന്തമായി ഒരു ഗവൺമെൻറ് എടുക്കുന്ന ജനക്ഷേമപരമായ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാനുള്ള ഒരു ഉപകരണമായി ഗവർണറെ കേന്ദ്ര ഗവൺമെൻറ് ഉപയോഗിക്കുന്നത് തികച്ചും തെറ്റായ കാര്യമാണ്. ഗവർണർ ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്ത ശക്തിയൊന്നുമല്ല, കക്ഷിയൊന്നുമല്ല. ഭരണഘടന അത്തരത്തിൽ ഒരു അധികാരവും പ്രത്യേകമായി അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല. ഗവർണർ എന്ന പദവിയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. അതൊരു നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആ നിയമം ഞങ്ങളെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ നിയമസഭയ്ക്കും ബാധകമാണ്, ഗവർണർക്കും ബാധകമാണ്. ഗവർണർ ആ നിയമം അനുശാസിച്ചില്ലെങ്കിൽ പിന്നെ നിയമസഭ ഏതു വിധത്തിലുള്ള നിലപാടാണ് എടുക്കേണ്ടത്? തൽക്കാലം ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഹൈക്കോടതിയിൽ നിന്നും റെമഡി കിട്ടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ ജനങ്ങളുടെ കോടതിക്ക് മുമ്പാകെ പോകും.